സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ 2 മത്സരങ്ങൾ കഴിയുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മിക്കാൽ സാറെ നല്ല രീതിക്ക് പ്ലെയർ റൊട്ടേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. 2 മാച്ചുകളിൽ നിന്നുമായിട്ട് സ്റ്റാർട്ടിംഗ് ലെവലിലും സബ്ബായിട്ടൊക്കെ ഒരുപാട് പ്ലെയേഴ്സിനെ ഇതിനോടകം തന്നെ ബ്ലാസ്റ്റേഴ്സ് പരീക്ഷിച്ചു കഴിഞ്ഞു. അതിൽ എടുത്തു പറയേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റം തരാം. അതിൽ തന്നെ സ്ട്രൈക്കേഴ്സിനെ പറ്റിയാണ്. ആദ്യത്തെ മാച്ചിൽ നമ്മൾ ക്വാമെ പെപ്പർ എന്ന ഘാന പ്ലെയറിനെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ മാച്ചിൽ സബ്ബായിട്ട് വന്ന ഹേസൂസ് ഹിമെനസ് ആണ് സ്കോർ ചെയ്തത്. എന്നാൽ രണ്ടാമത്തെ മാച്ചിൽ നമ്മൾ ഹേസൂസിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സബ്ബായിട്ട് വന്ന പെപ്പർ സ്കോർ ചെയ്തു. സോ ഇവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, നമ്മൾ ശരിക്കും ആരെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ സ്റ്റാറുടെ സിസ്റ്റത്തിൽ ഏത് പ്ലെയറാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? അതിനൊരു ഉത്തരം കണ്ടുപിടിക്കലാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. അതിന് മുൻപ് ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ISL കണ്ടന്റ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സ്ക്രീൻഷോട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ വേർഷൻ, അല്ലെങ്കിൽ നമ്മൾ ISL കണ്ടന്റ് വീഡിയോസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള വേർഷൻ നമ്മുടെ ബാക്കപ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അടുത്ത ദിവസം ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സോ നിലവിലുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ, ഫോർമേഷൻസിലാണെങ്കിലും ഗെയിം സ്റ്റൈലാണെങ്കിലും മിക്കാൽ സാറെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം, ഒരു ലോൺലി സ്ട്രൈക്കർ, ഒരു ലോൺലി സെൻറ്റർ ഫോർവേഡിനൊപ്പം വിങ്ങേഴ്സിനെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫോർമേഷനാണ്. അതിപ്പോൾ 2 മാച്ചിലാണെങ്കിലും 4-4-2 കളിച്ച സിറ്റുവേഷനിൽ പോലും പെപ്പർക്കൊപ്പം നോവ സദോവിനെ കുറച്ചുകൂടി ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിൻ്റെ ടൈപ്പ് ഓഫ് ഒരു ഗെയിം സ്റ്റൈലാണ് ആ ഒരു പ്ലെയറിനെ കൊടുത്തത്. അതിനുശേഷം 4-3-3 ഉപയോഗിച്ച സമയത്താണെങ്കിലും നോവയെ ലെഫ്റ്റിലേക്ക് വിട്ട് ഒരു ലോൺലി സ്ട്രൈക്കർ പ്ലസ് വിങ്ങേഴ്സ്, രാഹുലും നോവയും വിങ്ങറായിട്ട് വരുന്ന രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ 2 പ്രോപ്പർ സെൻറ്റർ ഫോർവേഡ് അല്ലെങ്കിൽ ഡബിൾ സ്ട്രൈക്കർ എന്ന് പറയുന്ന ഒരു സംഭവം ഇതുവരെയും പ്രീ സീസണിലാണെങ്കിലും ഈ 2 മാച്ചുകളിലാണെങ്കിലും സ്റ്റാർ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം ഈ 2 പേരിൽ ഒരാളെ ആയിരിക്കാം ഒരു മെജോറിറ്റി ടൈമിലും ISLൽ നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൗണ്ടിൽ കാണാൻ ചാൻസസ് ഉള്ളത്. അതിൽ 2 സ്ട്രൈക്കേഴ്സും ഹേസൂസും പെപ്പറയും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ഗെയിം ടൈം കിട്ടിയിട്ടുള്ളത് നിലവിൽ ഹേസൂസിനാണ്. 120 മിനിറ്റ് ഹേസൂസ് കളിച്ചപ്പോൾ 60 മിനിറ്റ് മാത്രമാണ് പെപ്പറ കളിച്ചിട്ടുള്ളത്. ഈ 2 പ്ലേയേഴ്സിൻ്റെയും ഈ 2 മാച്ചുകൾ മാത്രം വെച്ചിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. പെപ്പറ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു പ്ലെയറാണ്. ഹേസൂസിൻ്റെ കഴിഞ്ഞ സീസണിലെ മാച്ചസ് നമ്മൾ കണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിലാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. സോ ഇതിൽ ആരാണ് സ്യൂട്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഈ 2 പ്ലേയേഴ്സിനും അവരവരുടേതായിട്ടുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ട്. അത് വെച്ചിട്ടേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇവിടെ ഒരാളുടെ സ്ട്രെങ്ത്ത് മറ്റേ ആളുടെ വീക്ക്നെസ് ആയിട്ടും മറ്റേ ആളുടെ സ്ട്രെങ്ത്ത് ഇപ്പുറത്തെ വീക്ക്നെസ് ആയിട്ടും വരുന്നുണ്ട്. ഹേസൂസിൻ്റെ സ്ട്രെങ്ത്ത് പെപ്പറുടെ വീക്ക്നെസ് ആയിട്ടും പെപ്പറുടെ സ്ട്രെങ്ത്ത് ഹേസൂസിൻ്റെ വീക്ക്നെസ് ആയിട്ടും വരുന്നത് കാണാൻ സാധിച്ചിരുന്നു. സോ നമുക്ക് ഈ 2 കാറ്റഗറിയെ പറ്റി സംസാരിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേത് ഹേസൂസിൻ്റെ സ്ട്രെങ്ത്തും പെപ്പറുടെ വീക്ക്നെസ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. അതിൽ ഏറ്റവും ഒന്നാമതായിട്ട് എടുത്തു പറയേണ്ടത് ഹേസൂസിൻ്റെ ആ ഒരു വിത്ത് ദ ബോളുള്ള എബിലിറ്റിയാണ്. നമ്മൾ ഓൾറെഡി ഹേസൂസിനെ പറ്റി സംസാരിച്ച ഒരു കാര്യമാണ്. നല്ല രീതിയിൽ വിത്ത് ദ ബോൾ കളിക്കാൻ പറ്റുന്ന, ബോൾ ഹാൻഡിൽ ചെയ്യാനും പാസിങ്ങിനൊക്കെ അതിന് നല്ല രീതിയിലുള്ള ഒരു എബിലിറ്റി ഉണ്ടെന്നുള്ളത്, അത് ഇപ്പുറത്ത് പെപ്പറുടെ ഒരു വീക്ക്നെസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, 2 പേരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഒരു എബിലിറ്റി കാണിക്കുന്നത് ഹേസൂസ് ആണ്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട കുറച്ച് സബ്ബായിട്ട് വരുന്ന പോയിന്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേന്ന് പറയുന്നത് ഡ്രോപ്പിങ്സ്, മിഡിലേക്കുള്ള ഡ്രോപ്പിങ്സ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. മധ്യനിരയിലേക്ക് ഒരു ഫോൾസ് നയൻ എന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ സ്ട്രൈക്കർ നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്ത് ലിങ്കപ്പ് കളിക്കുന്നുണ്ട് ഹേസൂസിൻ്റെ കാര്യത്തിൽ. അത് നമുക്ക് മിഡിൽ കുറച്ചുകൂടി ഒരു ഹോൾഡ് കിട്ടുന്ന ഒരു കാര്യമാണ്. ഓൾറെഡി 3 പേരടങ്ങുന്ന ഒരു മധ്യനിര വെച്ചിട്ടാണ് കഴിഞ്ഞ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. കൊയ്ഫ്, വിപിൻ, അതുപോലെ തന്നെ ദാനിഷ് ഫറൂഖ്. അവർക്കൊപ്പം ആ ഒരു സെൻറ്റർ റീജിയനിൽ, ആ സെൻറ്റർ സർക്കിൾ റീജിയനിലേക്ക് ഹേസൂസ് ഇറങ്ങി വരുമ്പോൾ 4 പേര് ആ സെൻറ്ററിൽ വരുന്നുണ്ട്. അത് ആ കൗണ്ട് വെച്ചിട്ട് തന്നെ ഏതൊരു ടീമിനും ഈ പറഞ്ഞ ഒരു ഹോൾഡും പാസിംഗ് ഓപ്ഷൻസും മൂവ്മെന്റ്സ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ഈ സംഭവം പെപ്പർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിനും ഡ്രോപ്പ് ചെയ്ത് മിഡിലേക്ക് ഇറങ്ങി വരാം. പക്ഷേ അവിടുത്തെ പാസിംഗ്, അവിടുത്തെ ലിങ്കപ്പിലാണ് ഡിഫറൻസ് വരുന്നത്. അവിടെ ഹേസൂസ് കുറച്ചുകൂടി ലിങ്കപ്പ് കളിച്ച്, അതായത് പാസ് കളിച്ച് ആ മൂവ്മെന്റിനെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ആ ഒരു ടൈപ്പ് ഓഫ് സാധനം പ്രൊവൈഡ് ചെയ്യാൻ പലപ്പോഴും പെപ്പറയ്ക്ക് സാധിച്ചോളുന്നില്ല. അതുകൊണ്ടായിരിക്കാം അധികം ഓവറായിട്ട് ഇറങ്ങി വരുന്ന ഒരു സിറ്റുവേഷൻ പെപ്പറുടെ കാര്യത്തിൽ നമ്മൾ കാണാത്തത്. ഇവിടെ വരുന്ന മറ്റൊരു സബ് പോയിന്റ് എന്ന് പറയുന്നത് 1 ടച്ച് പാസിംഗ് മെത്തേഡാണ്. ഇത് മിഡിലേക്കുള്ള ഡ്രോപ്പിംഗ്സും അതുപോലെ തന്നെ വൈഡിലേക്കുള്ള ഡ്രോപ്പിംഗ്സും എടുത്തു പറയണം. വൈഡിലേക്കുള്ള ഡ്രോപ്പിംഗ്സ് പറയാൻ കാരണം ഇവിടെ നോവ സദോയായിട്ടുള്ള കോമ്പിനേഷനാണ്. അത് കഴിഞ്ഞ 2 മാച്ചുകളായിട്ട് ഇങ്ങനെ പതിയെ ഒന്ന് സെറ്റായി വരുന്നത് പോലെ ഫീൽ ചെയ്തിരുന്നു. ഫസ്റ്റ് മാച്ചിൽ അതിൻ്റെ സ്പാർക്ക് കണ്ടു, പക്ഷെ അത് സക്സസ്ഫുൾ ആയിരുന്നില്ല. പക്ഷേ രണ്ടാമത്തെ മാച്ചിൽ 9ാമത്തെ മിനിറ്റിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു 1 ടച്ച് പാസിംഗ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അത് തുടങ്ങുന്നത് ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള നവോച്ച സിംഗിൽ നിന്നാണെങ്കിലും അതിനുശേഷം നോവ സദോ, ഹേസൂസ് ഹിമെനസ്, ദാനിഷ് ഫാറൂഖ്, അവസാനം ആ പന്തെത്തുന്നത് വീണ്ടും ഹേസൂസിലേക്ക് തന്നെയാണ്. അവിടെ ആ പാസ് കളിക്കുമ്പോൾ, ആ 1 ടച്ച് കളിക്കുമ്പോൾ ഹേസൂസിൻ്റെ വിഷൻ, ആ പന്ത് കൊടുത്ത് കൃത്യമായ രീതിയിൽ മൂവ് ചെയ്യുന്ന ഹേസൂസിനെ കാണാം. സോ അവിടെ ആ 1 ടച്ച് പാസ് കളിക്കുക മാത്രമല്ല ഹേസൂസ് ചെയ്യുന്നത്, അവിടെ അദ്ദേഹം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻ്റലിജൻസ് അദ്ദേഹത്തിന് വർക്ക് ചെയ്യുന്നുണ്ട്. ആ 1 ടച്ച് പാസിംഗ് മൂവ്മെൻറ്റിന് അവസാനം ഹേസൂസിലേക്ക് തന്നെ ആ പന്തെത്തുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ എടുത്ത് പറയേണ്ടതാണ് ഇവിടെ. സോ ഇവിടെ ആ ഒരു ടൈപ്പ് ഓഫ് 1 ടച്ച് പാസിംഗ് ഇൻ്റലിജൻസ് ഹേസൂസ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു കോമ്പിനേഷനിൽ തന്നെ
ദാനിഷ് ഫാറൂഖിനെ ഒന്ന് മാറ്റി അവിടെ ലൂണെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, അവിടെ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ഒന്ന് സെറ്റൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ ഇവർ 3 പേരും തമ്മിലുള്ള പാസിംഗ് എക്സ്ചേഞ്ചസ്, വൺ ടച്ച് പാസ്, അത് ഒരു പക്ഷെ നല്ല രീതിയിൽ എഫക്റ്റീവായി വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അവിടെ എന്തായാലും കോച്ച് പ്രിഫർ ചെയ്യാൻ കൂടുതൽ ചാൻസസ് ഉള്ളത് ഹേസൂസിനെ പോലെ വൺ ടച്ച് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ ആയിരിക്കും. സോ ഇനി ഈ വൺ ടച്ച് അല്ലാതെ ജസ്റ്റ് പാസിങ്ങിന്റെ കാര്യം മാത്രം എടുത്താലും അവിടെയും പെപ്രയ്ക്ക് ചെറുതായിട്ടൊരു ഡൗൺ സൈഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ക്രിയേറ്റീവ് പാസുകളുടെ കാര്യത്തിലാണെങ്കിലും ചില ഫൈൻഡിങ്സ്, ഈസി ആയിട്ടുള്ള ഫൈൻഡിങ്സിന്റെ കാര്യത്തിലാണെങ്കിലും പെപ്രയിൽ നിന്ന് വരുന്ന മിസ് പാസുകൾ നമ്മൾ കഴിഞ്ഞ സീസണിലും ഈ സീസണിന്റെ തുടക്കത്തിലും കാണാൻ സാധിച്ചിരുന്നു. ഈ 2 മാച്ചുകൾ മാത്രം എടുക്കുകയാണെങ്കിലും ഹേസൂസിന്റെ പാസിംഗ് ആക്യുറസി എന്ന് പറയുന്നത് 70%. 22 സക്സസ്ഫുൾ പാസുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതേസമയം പെപ്രയിലേക്ക് വരാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാസിംഗ് ആക്യുറസി 41%. വെറും 7 സക്സസ്ഫുൾ പാസുകൾ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. പാസുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞ ആക്യുറസിയുടെ കാര്യത്തിലാണെങ്കിലും ഹേസൂസ് ഇവിടെ വളരെയധികം മുന്നിലാണ്. ക്രിയേറ്റീവ് പാസുകളുടെ കാര്യത്തിൽ ഹേസൂസിന് നമുക്ക് അത്ര വലിയൊരു കോൺഫിഡൻസ് ഇല്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ സീസണിലെ മാച്ചസ് കണ്ടപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ക്രിയേറ്റീവ് പാസുകൾ, ത്രൂ ബോളുകൾ, അങ്ങനെയുള്ള പാസുകൾക്ക് ഒരു ആക്യുറസിയുടെ കുറവ് ഹേസൂസിനുണ്ട്. പക്ഷേ ഇവിടെ പാസിംഗ് മൊത്തത്തിൽ പെപ്പറായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കുറച്ചുകൂടി ഒരു എഡ്ജ് കൂടുതലുള്ളത് ശരിക്കും ഹേസൂസ് ഹിമെനസിന് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഷോട്ടുകളിൽ എടുക്കുന്ന ടെക്നിക്സ്. ഹേസൂസിന് കുറച്ചുകൂടി ഷോർട്ട് വേരിയേഷൻസ് ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ പ്രീവിയസ് സീസൺസും ആ മാച്ചസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഷോർട്ട് വേരിയേഷൻസ് ഉള്ള നല്ല ഡിഫറൻ്റ് ആയുള്ള ഷോർട്ട് ടെക്നിക്സ് ഉള്ള ഒരു പ്ലെയർ ആണ് ഇദ്ദേഹം എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ തന്നെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു കർവിംഗ് അറ്റംപ്റ്റ്. അത് പോസ്റ്റിലടിച്ചാണ് മടങ്ങുന്നത്. പക്ഷേ പെപ്രയുടെ കാര്യം, ഈ ഷോർട്ട് വേരിയേഷൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പെപ്രയ്ക്ക് ആകെ അറിയാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത് പവർഫുൾ ഷോട്ട്. അത് എഫക്റ്റീവായിട്ട് വരുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അദ്ദേഹം ഇതുവരെ സ്കോർ ചെയ്തിട്ടുള്ള ഗോളുകളെല്ലാം അടിപൊളി ഗോളുകളാണെന്നുള്ളത് മാത്രമല്ല, ആ പവർ അദ്ദേഹം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഉണ്ട്. കഴിഞ്ഞ മാച്ചിൽ തന്നെ ആ പവർഫുൾ ഷോട്ടിൻ്റെ ബലത്തിലാണ് നമുക്ക് ആ വിജയം സ്വന്തമാക്കാൻ സാധിച്ചത്. പക്ഷേ പവർഫുൾ ഷോട്ടിലേക്ക് മാത്രം ആ ഷോട്ടുകൾ ഒതുങ്ങി പോകുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം പെപ്രയിലുണ്ട്. ആ വേരിയേഷൻസ് അധികം പെപ്ര ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല. ആ ഒരു ഷോർട്ട് വേരിയേഷൻസ് ഒരു സ്ട്രൈക്കറിനുള്ളത് വളരെ വളരെ എഫക്റ്റീവായിട്ട് ബോക്സിനകത്ത് പന്ത് കിട്ടുമ്പോൾ ടൈറ്റ് ആംഗിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പവർഫുൾ ഷോട്ട് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിലും അത് എഫക്റ്റീവ് ആവുന്ന ഒരു കാര്യമാണ്. ഇനി അവസാനത്തെ കാര്യം, ഇത് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല, പക്ഷേ ഹേസൂസ് ഒന്ന് സെറ്റായി ഒന്ന് റെഡിയായി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു സംഭവം കൂടി നമ്മൾ കണ്ടെന്നിരിക്കാം. ആ ബോക്സിനകത്തുള്ള ഒരു കമ്പോഷറും അവിടെയുള്ള അതിൻ്റെ ഒരു ഡ്രിബ്ലിംഗ് എബിലിറ്റി, ഇത് അതിന്റെ പ്രീവിയസ് സീസൺസിൽ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രെങ്ത് ആണ്. ബോക്സിനകത്ത് വെച്ചിട്ടുള്ള കമ്പോഷർ അവിടെയും പെപ്പറെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റയടിക്ക് പവർഫുൾ ഷോട്ടിലേക്ക് ശ്രമിക്കാനുള്ള സാഹചര്യങ്ങൾ പെപ്പറയ്ക്ക് ഉണ്ട്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി കമ്പോസ്ഡ് ആയിട്ട് കൂളായിട്ട് ആ ബോക്സിനകത്ത് പന്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഹേസൂസിന് കൂടുതലായിട്ട് പ്രീവിയസ് സീസൺസിലെ മാച്ചസ് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും ഹേസൂസിന് ഒരു മുൻതൂക്കം ഒരു പക്ഷേ ഭാവിയിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതുവരെ പറഞ്ഞത് ഹേസൂസിന്റെ സ്ട്രെങ്ത്തും പെപ്രയുടെ വീക്ക്നെസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് തോന്നുന്നു തിരിച്ചിട്ട് പെപ്രയുടെ സ്ട്രെങ്ത്തും അത് ഹേസൂസിന്റെ വീക്ക്നെസ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാമതായിട്ട് വളരെയധികം എടുത്തു പറയേണ്ട പെപ്രയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ വർക്ക് റേറ്റ് ആണ്. ഹേസൂസ് വർക്ക് റേറ്റ് കൊടുക്കില്ല എന്നല്ല പറയുന്നത്, പക്ഷേ വിത്തൗട്ട് ദ ബോൾ പെപ്ര കൊടുക്കുന്ന ഒരു പ്രഷർ ഉണ്ട്, അദ്ദേഹം എടുക്കുന്ന ഒരു എഫേർട്ടുകളുണ്ട്. അത് ഒരു പക്ഷേ ഹേസൂസിന് സാധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. അദ്ദേഹം കുറച്ചുകൂടി വിത്ത് ദ ബോൾ പ്രഷർ ഇടാനും വിത്ത് ദ ബോൾ ഓപ്പണൻസിനെ പ്രശ്നത്തിലാക്കാനും ശ്രമിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ട്രൈക്കറാണ്. പക്ഷേ പെപ്രയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹമായിട്ട് വിത്ത് ദ ബോൾ ഒന്നും ചെയ്തില്ലെങ്കിലും കൂടെ കളിക്കുന്ന പ്ലേയേഴ്സിന് ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഡയസിനെയൊക്കെ പോലെ ഡിഫൻഡേഴ്സായിട്ട് നിരന്തരം ബാറ്റിൽസിൽ ഏർപ്പെട്ടിട്ട് അവിടെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ഓപ്പണിംഗ് ടീമിന്റെ ഡിഫൻഡേഴ്സിനെ കുറച്ചധികം പണിയെടുപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയറാണ് പെപ്ര. അതിപ്പോൾ പ്രസ്സിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഫ്രണ്ട് ലൈൻ പ്രസ്സിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ തന്നെ അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം ഗോൾ കീപ്പറിനെ പോയി പ്രസ് ചെയ്ത് ആ പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള എക്സ്ട്രാ എലമെന്റ്, അത്തരത്തിലുള്ള എഫേർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പെപ്പർക്ക് മാത്രമേ സാധിക്കുള്ളൂ ഹേസൂസിനെ വെച്ച് കമ്പയർ ചെയ്യും. സോ അതൊരു വലിയ ഡിഫറൻസ് ആയിട്ട് വരാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പെപ്പറുടെ സ്ട്രെങ്ത്തിലൂടെ കിട്ടുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. ഒരു ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ അത് ഏതൊരു സമയത്തും ഹെൽപ്ഫുൾ ആണ്. ആ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ടേൺസ്, ബോക്സിനകത്ത് ഈ ഷീൽഡ് ചെയ്ത് നിന്നിട്ടുള്ള ടേൺസ് ആൻഡ് അതുപോലെ തന്നെ ഡുവൽസിലുള്ള വിന്നിങ്സും റിക്കവറീസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഡിഫൻസീവിൽ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് പോലെ ഓപ്പൺ ടീമിന്റെ ഹാഫിൽ പോയി പ്രസ് ചെയ്ത് റിക്കവർ ചെയ്തെടുക്കുന്ന പന്തുകൾ അത് ഈ സീസണിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡുവൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗ്രൗണ്ട് ഡുവൽസ് ആണെങ്കിലും ഏരിയൽ ഡുവൽസ് ഒക്കെ നല്ല രീതിയിൽ അദ്ദേഹം റീസ്റ്റാർട്ട് കിക്ക്, ഗോൾ കീപ്പറിൽ നിന്ന് വരുന്ന റീസ്റ്റാർട്ട് കിക്കൊക്കെ വിൻ ചെയ്യുന്ന കാര്യത്തിൽ പെപ്ര വളരെ മിടുക്ക് കാണിക്കാറുണ്ട്. അവിടെ ആ ഹൈ ബോൾസ്, ഏരിയൽ ബോൾസ് വിൻ ചെയ്യാൻ അതിന് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ബോൾസിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും പെപ്രയ്ക്കാണ് കുറവ് ഗെയിം ടൈം എങ്കിൽ പോലും 9 ഗ്രൗണ്ട് ബോൾസിൽ അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട്. അതേസമയം ഹേസൂസ് കൂടുതൽ ഗെയിം ടൈം ഉണ്ടായിട്ടും 3 തവണയാണ് അദ്ദേഹം ഗ്രൗണ്ട് ബോൾസിൽ വിൻ ചെയ്യുകയും അതിൽ എൻഗേജ് ആവുകയും ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ഓപ്പണന്റ് ഹാഫിൽ വെച്ചിട്ടൊക്കെ പൊസിഷൻ വീണ്ടെടുക്കുന്ന കാര്യത്തിൽ ഹേസൂസിന് മുകളിൽ വരും പെപ്ര. ഇനി മറ്റൊരു കാര്യം, ഇത് കൂടുതലും ഹേസൂസിന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. ഇത്തരത്തിൽ വൈഡായിട്ടും ഈ പറഞ്ഞ ഡ്രോപ്പ് ചെയ്തും ഫ്ലെക്സിബിൾ ആയിട്ടൊക്കെ കളിക്കുമ്പോൾ കുറച്ചധികം ബോക്സ്
ബോക്സിനകത്തുള്ള പ്രസൻസ് മിസ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചില സിറ്റുവേഷൻസിൽ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വന്ന് മിഡിലേക്കോ വൈഡിലേക്കൊക്കെ പോകുമ്പോൾ ബോക്സിനകത്തേക്ക് ഒരു പന്ത് പെട്ടെന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആബ്സെൻസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി മിഡ്ഫീൽഡിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഹേസൂസ് നിൽക്കുന്നത്. പെട്ടെന്നൊരു റിലീസ് വിങ്ങറിന് വരുന്നു. രാഹുൽ ആ പന്ത് എടുത്ത് ബോക്സിനകത്തേക്ക് കൊടുക്കുമ്പോഴും ഹേസൂസ് അവിടേക്ക് എത്തിയിട്ടില്ല. അവിടെ സ്പ്രിന്റ് പോലും ചെയ്യാത്ത രീതിയിൽ ഹേസൂസിനെ കാണുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ പെപ്ര ആണെങ്കിൽ അതിന്റെ പേസ് ഉപയോഗിച്ച് സ്പ്രിന്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ബോക്സിനകത്തേക്ക് എത്താനുള്ള ഒരു എഫേർട്ട് പെപ്ര എടുത്തേനെ. അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷനിൽ നോവ ഇതുപോലെ വൈഡിൽ പന്ത് ക്യാരി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹം വൈഡിലേക്ക് അട്രാക്റ്റ് ആവുന്നുണ്ട്. അതിൻ്റെ ഒരു നോർമലി ഉള്ള ഒരു ടെൻഡൻസി ആയിരിക്കാം ഇത്തരത്തിൽ ലിങ്കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് അട്രാക്റ്റ് ആവുന്നത്. പക്ഷേ നോവ ആ പന്ത് എങ്ങനെയെങ്കിലും ഡ്രിബിൾ ചെയ്ത് ബോക്സിനകത്തേക്ക് ഒരു ക്രോസ് കൊടുക്കും. അത് കണക്ട് ചെയ്യാനാണ് ശരിക്കും അവിടെ സ്ട്രൈക്കർ വേണ്ടിയിരുന്നത്. പക്ഷേ ആ സമയത്ത് വൈഡിലേക്ക് അട്രാക്റ്റ് ആയി പോകുന്ന ഹേസൂസ് ബോക്സിനകത്ത് ഒരു ആബ്സെൻസ് ആണ് ഉണ്ടാക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ടെൻഡൻസി, അതിന് ഇറങ്ങിപ്പോകാനുള്ള ടെൻഡൻസി, ഇറങ്ങി വന്ന് ലിങ്കപ്പ് കളിക്കാനുള്ള ടെൻഡൻസി, ആ സിറ്റുവേഷൻസിൽ ബോക്സിനകത്തുള്ള പ്രസൻസ് ഹേസൂസിന് കുറവായിട്ട് വരുന്നുണ്ട്. അത് കൺവേർഷൻ്റെ സിറ്റുവേഷനിൽ അദ്ദേഹത്തെ ബാധിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ആൻഡ് ബോക്സിനകത്തേക്ക് വരുന്ന കാര്യം പറയുമ്പോൾ രണ്ട് മാച്ചിലെയും ബോക്സിനകത്തുള്ള ടച്ചസ് നോക്കുകയാണെങ്കിലും ഹേസൂസിന് അത് 2 ആണെങ്കിൽ പെപ്പർക്ക് അത് 4 ആണ്. സോ അത് ഈ പറഞ്ഞ പോയിന്റ് പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ ഇവിടെ ഈ രണ്ട് സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും പ്രധാനപ്പെട്ട പ്രശ്നം ഇതല്ല. ഈ 2 പേർക്കും കിട്ടുന്ന ബോളുകളുടെ എണ്ണമാണ്, അല്ലെങ്കിൽ ബോക്സിനകത്ത് കൺവേർട്ട് ചെയ്യാൻ പാകത്തിന് കിട്ടുന്ന ബോളുകളുടെ എണ്ണം. അതിൽ ഷോട്ടുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പെപ്പർക്ക് ആകെ ഒരു ഷോട്ടേ ഉള്ളൂ, അത് ഓൺ ടാർഗറ്റ് ആണ്, ഗോളാണ്. ഹേസൂസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 ഷോട്ട് ഉണ്ട്, അതിൽ ഒരെണ്ണം ഓൺ ടാർഗറ്റ് ഗോളാണ്, മറ്റേത് പോസ്റ്റിൽ അടിച്ച് മടങ്ങിയേക്കാണ്. ഈ 2 പേരും ചേർന്ന് വെറും 3 ഷോട്ടുകൾ മാത്രമാണ് 2 മാച്ചിൽ നിന്നും എടുത്തിട്ടുള്ളത്. പക്ഷേ എന്നിട്ട് പോലും 2 ഗോളുകൾ ഈ 2 പേരും ചേർന്ന് സ്വന്തമാക്കിയിട്ടുണ്ട്. സോ ബോക്സിനകത്ത് നല്ല പന്തുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു എബിലിറ്റി 2 പേർക്കുണ്ട്. പക്ഷേ എങ്കിലും നമുക്കിവിടെ ഫൈനലി വേണ്ടത് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാണ്. ഇത് എൻ്റെ അഭിപ്രായമാണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഹേസൂസിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് പെപ്രയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇങ്ങനൊരു പോസിബിലിറ്റി പറയാനുള്ള കാരണം നമ്മുടെ മിക്കാൽ സ്റ്റാറെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് 11 മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, ഫൈനൽ 11 ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ആൻഡ് ഇവിടെ തന്നെ ഒരു ഫസ്റ്റ് ചോയ്സ് സെക്കൻഡ് ചോയ്സ് എന്ന രീതിയിലല്ലാതെ എഫക്റ്റീവായിട്ട് ചേഞ്ചസ് ഉപയോഗിക്കുന്ന ഒരു കോച്ചാണ് സ്റ്റാർ എന്നുള്ളത് ഓൾറെഡി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ ഒരു ഫസ്റ്റ് ചോയ്സ് സെക്കൻഡ് ചോയ്സ് ആ ഒരു സംഭവം ഇല്ലാതാവുമ്പോൾ തന്നെ ഇവിടെ ആര് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതിന് വലിയ പ്രാധാന്യമില്ല. 2 പേർക്കും പെർഫോം ചെയ്യാനുള്ള പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് സ്റ്റാറെ കൊടുക്കും ഒരു മാച്ചിൽ. ആൻഡ് ഇവിടെ നമ്മൾ ഒരു ഫുൾ മാച്ച് ഒരു മെയിൻ 11 മാത്രം വെച്ച് കളിക്കുന്ന ഒരു രീതിയല്ല സ്റ്റാറെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 60-70 മിനിറ്റൊക്കെ ആകുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് സംഭവിക്കാം. അവിടെ എഫക്റ്റീവായുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗെയിമിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും. ആ ഇനീഷ്യൽ ടൈമിലുള്ള പ്രസൻസ്, അവിടെയുള്ള പാസിങ്, ലിങ്കപ്പ്, ഈ പറഞ്ഞ ടച്ചസ്, ബോക്സിനകത്തുള്ള ഷോർട്ട് വേരിയേഷൻസ്, അതൊക്കെ പരിഗണിച്ച് ഹേസൂസിന് ആ ഒരു ഫസ്റ്റ് 11 സ്റ്റാർട്ടും അതിനുശേഷം ഡിഫൻഡേഴ്സൊക്കെ ഒന്ന് തളർന്ന് ഒന്ന് പ്രഷറൈസ്ഡ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് പെപ്രയെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു എക്സ്ട്രാ പ്രഷർ ഡിഫൻസിന് കൊടുക്കും. കഴിഞ്ഞ മാച്ച് സംഭവിച്ചതുപോലെ പെപ്രയ്ക്ക് കൂടുതൽ ആ എനർജി ലാസ്റ്റ് മിനിറ്റിൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 പേരുടെ സ്ട്രെങ്ത്തും നമുക്ക് ഒരു മാച്ച് തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കാം. ഈ കാര്യത്തിൽ വിയോജിപ്പുകൾ ഉണ്ടാവാം, അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.